ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമുനാണ്. വെറും ഒരു കവർ അല്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കവർ പാലാണ് നമുക്ക് വേണ്ടത്. നല്ല കൊഴുപ്പുള്ള പാൽ തന്നെ എടുക്കണം കേട്ടോ. ഈ പാല് വറ്റിച്ച് മാവ് തയ്യാറാക്കി അതുപയോഗിച്ചാണ് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. പല സാധനങ്ങളും പനീർ, ബ്രെഡ്, റവ അങ്ങനെ പലതും വെച്ചിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. പക്ഷേ ട്രഡീഷണൽ ആയിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് മാവ് വെച്ചാണ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ ആ ഒരു കവർ പാല് ഞാനൊരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. കുറച്ച് നേരം നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എപ്പോഴും ഇളക്കണമെന്നില്ല, ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ ഈ പാല് ഫുള്ള് നന്നായിട്ട് കുറുകി വറ്റി വരണം. കുറച്ച് സമയം എടുക്കും കേട്ടോ. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിൽ നമുക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതാണ്. വലിയ പണിയല്ല, സമയം കുറച്ച് കൂടുതലെടുക്കും എന്നൊരു ഇതേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. ഞാനിതിപ്പോൾ ചെറിയൊരു അളവിലാണ് എടുത്തിരിക്കുന്നത്. പാല് കൂടുതലുണ്ടെങ്കിൽ അതുപോലെ സമയവും കൂടുതലെടുക്കും. ഇപ്പോൾ പാല് ഇതേ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഇത് തിളച്ച് കഴിയുമ്പോൾ ഈ പാനിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പാട പോലെ വന്നിരിക്കും. അതെപ്പോഴും നമ്മൾ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് അവിടെ ഇരുന്നിട്ട് കരിയാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഓക്കെ, അപ്പോൾ ആ പാട വരുന്ന സമയത്ത് തന്നെ അതിങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെറിയ തീയിലിട്ടിട്ട് ഇതിങ്ങനെ 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പതുക്കെ പതുക്കെ ആ പാല് കുറുകി വരും. ഇപ്പോൾ ഇതേ പാല് കണ്ടോ, നന്നായിട്ട് വറ്റി ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാണുന്ന പോലെ സൈഡിൽ വരുന്ന ആ പാടയൊക്കെ അപ്പോഴപ്പോഴും തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും കുറുകി വരണം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. ഈ ഒരു രീതിയിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ കുറുകി വരും. ഇനി ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇനി പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത് നല്ല വറ്റി വരും. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ വറ്റി വരും. ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഇത്രയും മതി. അത്യാവശ്യം നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷവും ഒരു മിനിറ്റ് ഇത് നല്ലതായിട്ട് കണ്ടോ, ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു പാട വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കുറച്ച് നേരം ഒരു മിനിറ്റും കൂടി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷവും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ചൂടങ്ങ് മാറണം. ഇപ്പോൾ ഇത്രയും മതി. മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തണുക്കാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ വെക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവയാണ്. കണ്ടോ, ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി. കുറച്ചും കൂടി കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇനി ആദ്യം നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു പാനിൽ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ഇനി അതിനകത്ത് ഒരു 4-5 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം ഈ പഞ്ചസാര ഫുള്ള് വെള്ളത്തിൽ അലിയണം. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് തിളപ്പിച്ചാൽ മതി. പഞ്ചസാര പാനി ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊരു ഒട്ടൽ പോലെ വരണം, അത് മാത്രം മതി. കാരണം ഒറ്റനൂൽ പരുവം ആയിക്കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ്റെ ഉള്ളിലേക്ക് ഈ ഷുഗർ സിറപ്പ് നേരെ കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആദ്യം പഞ്ചസാര ഒന്ന് അലിയിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതേ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് ഒന്ന് തിളച്ചു വന്നു. ഇനി ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറുതായിട്ട് നമ്മുടെ വിരലിൽ ഇങ്ങനെ ഒരു ഒട്ടുന്ന പോലെ തോന്നും. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഗുലാബ് ജാമുൻ്റെ ബോൾസ് റെഡിയാക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച മാവയിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ മൈദ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒത്തിരി ചേർക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. കാരണം മൈദയുടെ അളവ് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമുക്കത് ഉരുളകളാക്കാൻ പറ്റുന്നൊരു പരുവത്തിലായാൽ മതി. അപ്പോൾ ഇത് കുറച്ച് കണ്ടോ, കയ്യിൽ നല്ലതായിട്ടൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അല്പം കൂടി മൈദ, ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണും ഇല്ല കേട്ടോ, ഒരു 2 ടീസ്പൂൺ മൈദയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും മതി. ജസ്റ്റ് കൈ ഒന്ന് കഴുകിയിട്ട്
എടുത്ത് നോക്കണേ. കാരണം അല്ലെങ്കിൽ ആദ്യം എടുത്ത മാവ് കയ്യിലിരിക്കുമ്പോൾ ഒത്തിരി ഒട്ടുന്നതായിട്ട് തോന്നും. അപ്പോൾ ജസ്റ്റ് കൈ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുക. ഇത്രയും മതി. നമുക്കിത് വെച്ച് ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിനകത്ത് 2 ടേബിൾ സ്പൂൺ പ്ലസ് 2 ടീസ്പൂൺ മൈദയാണ് ചേർത്താട്ടോ. ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ വലിയ സ്പൂണ്, ടീസ്പൂൺ എന്ന് വെച്ചാൽ ചെറിയ സ്പൂൺ മൈദ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിനകത്ത് ഒരല്പം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടിയും കൂടി ചേർക്കണം. 1/4 ടീസ്പൂണിൻ്റെയും പകുതി ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 2-3 നുള്ള് അത്രയും മാത്രമേ ചേർക്കാവുള്ളൂ. ബേക്കിംഗ് സോഡയുടെ അളവ് ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ മാവ് റെഡിയായി. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് കയ്യിൽ ഒരല്പം എണ്ണ ഒന്ന് തേച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നും വേണ്ട, ഒരു തുള്ളി എണ്ണ അത്രയും മതി. ജസ്റ്റ് കയ്യിൽ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. അതായത് പുറമേ ഒരു ക്രാക്ക് ഒന്നും കാണരുത്. കാരണം നമ്മൾ എണ്ണയിലിടുമ്പോൾ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഉരുട്ടി എടുക്കാം. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ ഉരുട്ടുമ്പോൾ അത് പൊട്ടിപ്പോകത്തൊന്നുമില്ല. നല്ലതായിട്ട് നമുക്കത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. കണ്ടോ, ഒരു ക്രാക്കും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ഉരുട്ടി എടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ എല്ലാം നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഉരുട്ടിയെടുത്തത്. ഇത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പം കുറച്ച് വലുതാവും. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുമ്പം ആ സിറപ്പൊക്കെ ഉള്ളിൽ ചെന്നിട്ട് പിന്നെയും കുറച്ചും കൂടി വലുതാവും. അപ്പോൾ ഞാനിതിപ്പോൾ 8 എണ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ചെറുത് മതി എന്നുണ്ടെങ്കിൽ 10-11 എണ്ണമായിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ഒരുപാട് ചൂടാവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് ഇട്ട് കൊടുക്കണം. കാരണം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പുറമേ പെട്ടെന്ന് കളർ മാറും, അതുപോലെ കട്ടിയായി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുലാബ് ജാമിൻ്റെ പുറമേ കട്ടിയാവും, ഷുഗർ സിറപ്പ് ഒന്നും ഉള്ളിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് 8 എണ്ണ അല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇടുവാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. തീ ഏറ്റവും കുറച്ച് വെക്കുക. ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഉടനെ ഇളക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ സ്പൂണിട്ടൊക്കെ തട്ടുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ തീ ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വേവണം, അതുകൊണ്ടാണ്. ഇതൊരിക്കലും നിങ്ങൾ ഒരേ സ്ഥലത്തിട്ട് ഇങ്ങനെ ഇളക്കാതെ ഫ്രൈ ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ ബ്രൗൺ കളർ വരണം. അതുപോലെ പുറമേ ഒരുപാട് കട്ടിയായി പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണമെന്ന് പറയുന്നത്. ഒരേ സ്ഥലത്തിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ അവിടെ കട്ടിയാവത്തില്ലേ. ഇത് കുറച്ചും കൂടെ ഒന്ന് നിറം മാറണം. അപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് മതി. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി ഉടനെ തന്നെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടും സമയം എണ്ണയിൽ ഇട്ടേക്കരുത് കേട്ടോ. ഈ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഷുഗർ സിറപ്പിലോട്ട് ഇടണം. ഇനി ഈ സിറപ്പ് എപ്പോഴും ചെറിയ ചൂടുണ്ടാകണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആയല്ലോ ഇത് റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ചൂട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കുക. ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒത്തിരി തിളച്ചു പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടാവണം, അത്രയും മതി. ഓക്കെ, അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുറച്ച് സമയം ഒരു 2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ സിറപ്പിൽ ഇട്ട് വയ്ക്കണം. അപ്പോഴത്തേക്കും അതിനകത്ത് ഉള്ളിലോട്ടൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായി വരും. കുറച്ച് സമയം കൂടുതൽ അങ്ങനെ സിറപ്പിലിരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. പിന്നെ ഇത് സോഫ്റ്റായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് നേരത്തെ റെഡിയാക്കി വെച്ച ഗുലാബ് ജാമുനാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു 2 മണിക്കൂർ ഞാനിത് സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരു ബൗളിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി ഗുലാബ് ജാമുൻ റെഡി. നല്ല സോഫ്റ്റ് ആയിട്ട് ശരിക്കും നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പല സാധനങ്ങളും വെച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമെങ്കിലും മാവ് വെച്ച് ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ഉള്ളിലൊക്കെ നല്ലതായിട്ട് സിറപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുന്നതാണെങ്കിലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ.
അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.